നിരന്തരമായി 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ തൊട്ട് പഠിക്കുമ്പോൾ പഠനത്തിന് പുറകിലാണെന്ന് പറയുന്ന ഒരു കുട്ടി ആ ക്ലാസ് റൂമിലും ചുറ്റുവട്ടത്തും ഒക്കെ സഹിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ താഴെ പോകാനും കുട്ടിയെ പഠനത്തിൽ നിന്ന് പുറകിലോട്ട് നയിക്കാനും ഒക്കെ കാരണമാകും. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കണ നമ്മുടെ ഒരു ഭാഷ പറഞ്ഞൊരു ഫ്രീക്ക് ചെക്കൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവനോട് എന്താ കരയണമെന്ന് ചോദിക്കുമ്പോൾ അവൻ കാരണം പറയുന്നത്, എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നാണ്. പഠിക്കാൻ മടിയാണ് എന്നല്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല എന്നല്ല, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അത് പറഞ്ഞിട്ടാണ് ആ കുട്ടി കരയണത്. അതുപോലെ ഏകദേശം 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം ആരുമില്ലാതെ ഒറ്റയ്ക്ക് പരീക്ഷയുടെ പേപ്പറുകളൊക്കെ പിടിച്ച് എനിക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണില്ല, എന്താ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരികയാണ്. നമ്മുടെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ പഠനത്തിൽ പുറകിലാകുന്നത് പല കാരണങ്ങൾ കൊണ്ടും ആകാം. എല്ലാ കുട്ടികളും പഠിക്കുന്ന സ്കൂളുകളിൽ അവരുടെ ക്ലാസ് മുറികളിൽ 30, 40, 50 കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടാകും. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന് വേണ്ട വിധത്തിൽ അവന്റെ ക്ലാസ്സുകൾ കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ പഠനപ്പുറകിലാകുന്നത് എന്തുകൊണ്ടാണെന്നും അതിന്റെ കാരണങ്ങൾ എന്താണെന്നും എത്രയും പെട്ടെന്ന് അതിനൊരു ശാസ്ത്രീയമായ പരിഹാരം തേടേണ്ടതുണ്ടെന്നും നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ കരയുന്നതിന്റെ മുമ്പ് ആ കുട്ടികളുടെ പഠന പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താനും അതിന് കൃത്യമായ പരിഹാരങ്ങൾ നേടാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.